അപ്പോൾ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ തൃശ്ശൂർ പൂർണ്ണമായിട്ട് സജ്ജമായിട്ടുണ്ട്. നാളെ മുതൽ 18 വരെയാണ് കലോത്സവത്തിൽ. 24 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. നിഖിലാണ് കലോത്സവ വേദിയിൽ നിന്ന് തത്സമയം നമുക്കിപ്പോൾ ചേരുന്നത്. നിഖിലേ, അപ്പോൾ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി അധിക സമയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ എല്ലാവരും അവിടെ മാധ്യമപ്രവർത്തകരാകട്ടെ, പിള്ളേരാവട്ടെ, രക്ഷിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ എല്ലാവരും എത്തി അവിടെ ഇപ്പോഴേ കലോത്സവത്തിനുള്ള ഇനി വേദി തുറന്നാൽ മാത്രം മതി. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. നമ്മൾ നേരത്തെ അത് വിശദമായി തന്നെ കണ്ടതുമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നേരത്തെ മന്ത്രിയൊക്കെ എത്തിയിരുന്നു അവിടെ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ വേദി സന്ദർശിക്കുന്നതും കണ്ടു. എന്താണ് അവസാന ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത്? പിന്നെ നമ്മുടെ ടീം പൂർണ്ണമായിട്ടും സെറ്റാണല്ലോ അല്ലേ? സേതു, എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ ഈ ഒരു രാത്രി അതൊന്ന് പുലർന്ന് കിട്ടണം, അത്ര മാത്രമാണ്. അതിനുള്ള കാത്തിരിപ്പ് മാത്രമാണ്. തൃശ്ശൂർ മാത്രമല്ല, കേരളമാകെ കാത്തിരിക്കുന്നുണ്ട് കൗമാര കേരളത്തിൻ്റെ കലാമാമാങ്കം. ആ കലാമാമാങ്കം അതിൻ്റെ ഏറ്റവും വലിയ ആവേശത്തിലേക്കാണ് നാളെ മുതൽ കൊട്ടിക്കയറാൻ പോകുന്നത്. അതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഏതായാലും നമ്മളെല്ലാം ഉള്ളത്. നാളെ രാവിലെ നമുക്ക് ഒരുപക്ഷെ എല്ലാ കലോത്സവങ്ങളിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി കാണുന്നത് അതിൻ്റെ ഈ കൊടി ഉയർത്തുന്ന അതിൻ്റെ കൊടിമരത്തിൽ എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇത്തവണയും വലിയ ആശയങ്ങളൊക്കെയോട് കൂടി തന്നെ സംഗീത ഉപകരണങ്ങളുടെയും ഒക്കെ മാതൃകകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊടിമരമാണ് അവിടെ കൊടി ഉയരും നാളെ. എന്നാൽ നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ തുടക്കമാവുക. 11:30 ഒന്നാം വേദിയിൽ മത്സരങ്ങൾ ആരംഭിക്കും. ആകെ 25 വേദികളാണ്, 25 പുഷ്പങ്ങളുടെ പേരിലുള്ള 25 വേദികൾ. ആ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആ മത്സരങ്ങളെല്ലാം തന്നെ 10 മണിയോടുകൂടി ആരംഭിക്കും. ഏതായാലും 25 പുഷ്പങ്ങളുടെ പേരിലുള്ള വേദികൾ, ആ 25 പുഷ്പങ്ങളിലെ പേരിലുള്ള വേദികളിലെല്ലാം തന്നെ കുട്ടികൾ നിറഞ്ഞാടാൻ തുടങ്ങുമ്പോൾ അവരുടെ സർഗവാസനകൾ, കലാപ്രകടനങ്ങൾ അവർ അവതരിപ്പിക്കുന്ന സമയത്ത് ഏതായാലും ഒരു വസന്തം തന്നെയാണ് തൃശ്ശൂരിൽ വിരിയാൻ പോകുന്നത്. ആ വസന്തം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ് മലയാളത്തിൻ്റെ ടീമും സുസജ്ജമാണ്. ഈ കലോത്സവത്തിൻ്റെ എല്ലാ കാഴ്ചകളും കൃത്യമായി ഒന്നും ഒഴിയാതെ അതിൻ്റെ ഏറ്റവും മികച്ച ദൃശ്യഭംഗിയോടുകൂടി എല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഒപ്പം ഈ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സേതു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിയോട് സംസാരിച്ചതാണ്. അദ്ദേഹം ഈ പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഈ അല്പസമയം മുൻപ് വരെ അദ്ദേഹം ഈ പ്രധാന വേദിയുടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത മറ്റൊരു വേദിയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കലോത്സവം തീരുന്നത് വരെയും ഇനി മുഴുവൻ സമയവും മന്ത്രി ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് വലിയ തർക്കമില്ല. കാരണം കഴിഞ്ഞ കലോത്സവങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് നിന്ന് ഓരോ വേദികളിലും എത്തി അങ്ങനെ കൃത്യമായി അവർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ്. ഒപ്പം പോലീസ് വലിയ രീതിയിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കലോത്സവം നാളെയാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ആളുകൾ ഒരുപാട് എത്തുന്നത് പോലെ. എവിടുന്ന് വരുന്നത്? കാസർഗോഡ് നിന്നാണോ? ഏത് ഐറ്റത്തിലാണ് പങ്കെടുക്കുന്നത്? ചെണ്ടമേളം. എപ്പോഴാണ് മത്സരം? നാളെയാണ്. സേതു, ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. പക്ഷെ എന്നെക്കാളും മുന്നേ കാസർഗോഡ് നിന്ന് ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. എന്താ ജയിച്ചിട്ടേ പോകുന്നതാണോ? ആ ടീമിൽ തന്നെയാണോ? നിങ്ങൾ എത്ര പേര് വന്നത്? 8 പേര് വന്നു. എപ്പോഴാണ് മത്സരം പറഞ്ഞേ? മത്സരം 14-നും 16-നും. അപ്പൊ ഇന്നേ വന്നത് എന്തുകൊണ്ടാണ്? ബാക്കി മത്സരങ്ങളൊക്കെ കാണാൻ കരുതിയാണോ? അല്ല, നാളത്തേക്ക് വേണ്ടിട്ട് തയ്യാറാവാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട്? നടന്ന് കണ്ടോ ഇവിടെയൊക്കെ? മൊത്തം ഒരു വൈബായോ? ഒരു മോളൂടി ഉണ്ടായിരുന്നല്ലോ, അതാരാ? മോളിങ് വാ. അനിയത്തിയാണോ? കലോത്സവം കാണാൻ വന്നാണോ? ഏട്ടന്റെ മത്സരം കാണണ്ടേ? ജയിക്കോ അവര്? സമ്മാനം കിട്ടും? പേരെന്ന് പറഞ്ഞേ? ശിവപ്രിയ. സേതു, ഇത് കാസർഗോഡ് നിന്ന് മത്സരിക്കാൻ എത്തിയ ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ എത്തിയ ആളുകളുണ്ട്. ഒപ്പം ഈ തൃശ്ശൂരിലുള്ള ആളുകൾ, പൊതുവേ ഈ തൃശ്ശൂരിൻ്റെ ഒരു കലാസ്വാദനത്തെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതില്ല. കലയെ അത്രയധികം സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രതീകമാണ് തൃശ്ശൂർ. കാരണം നമ്മൾ തൃശ്ശൂരിനെ മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. തൃശ്ശൂരിന് കലകളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ അവർ വലിയ രീതിയിൽ ഇന്ന് മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്കൊരു ചേച്ചി കൂടി ഉണ്ട്. ചേച്ചി ഇവിടെ തന്നെയാണോ? തൃശ്ശൂരാണോ? അതെ, തൃശ്ശൂർ തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ എല്ലാം സെറ്റാണോ? ഇപ്പൊ കലോത്സവത്തിന് എല്ലാം സെറ്റാണ്. നാളെ മുതൽ 18-ാം തീയതി ഉള്ള കലോത്സവം എല്ലാം സെറ്റാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോ
നമ്മുടെ കുട്ടികളുടെ ഒരു കലാമാമാങ്കമാണ് അല്ലെങ്കിൽ കലോത്സവമാണ്. അതിൽ ജയവും പരാജയമൊന്നും ഇല്ല. പക്ഷെ കുട്ടികൾക്ക് ഒരു സ്പിരിറ്റ്, ഞങ്ങൾ തൃശ്ശൂർ ഇത്തവണ കപ്പടിച്ച് പോകുമെന്ന് പറയുന്നു. മറ്റു ജില്ലകളാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ വന്ന് കപ്പടിച്ച് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ആവേശം കൂടി ഉണ്ടാവും അല്ലേ? എന്താണ് ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള എനിക്ക് തോന്നുന്നത്? തീർച്ചയായും കപ്പ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. തൃശ്ശൂരിന് തന്നെ കപ്പ് ഈ പ്രാവശ്യവും. അങ്ങനെ പൂരനഗരിയിൽ വന്നിട്ട് ആരും കപ്പ് എടുത്തിട്ട് പോകണ്ട. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ ആരും കൊണ്ടുപോകണ്ട. സേതു, മത്സരം എന്നതിനപ്പുറത്തേക്ക് കലാപ്രകടനങ്ങളാണ്. പക്ഷേ ഈ തൃശ്ശൂരുകാർ, ഞാനിത് പറയാൻ കാരണം മറ്റൊന്നായിരുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ മുതൽ പല തൃശ്ശൂരുകാരും പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ കപ്പ് കൊണ്ടുപോകണ്ട എന്ന് മറ്റ് ജില്ലക്കാരോട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ ജില്ലക്കാരും കപ്പ് ഞങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. അത് കണ്ണൂരായാലും തിരുവനന്തപുരമായാലും ഒക്കെ അങ്ങനെയും പറയുന്നുണ്ട്. സേതു, ഏതായാലും ഈ പറഞ്ഞതുപോലെ ഇന്ന് ഈ സമയമായിട്ടേ ഉള്ളൂ. നാളെ 10 മണിയോട് കൂടിയാണ് ഉദ്ഘാടനം. പക്ഷേ കലോത്സവത്തിന്റെ ആവേശം അത് വലിയ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞു തൃശ്ശൂരിൽ. പിന്നല്ല. ഓക്കെ നിഖിലേ, ശരി, നമുക്കിനി നാളെ രാവിലെ വീണ്ടും ആ എനർജറ്റിക് ആയിട്ട് കണ്ടുമുട്ടാം.